ചെയ്യാൻ. ഓണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ടോ ഐശ്വര്യ? അറിയില്ലടോ, ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ മതി, ടൈം പറഞ്ഞാ മതി. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, നിങ്ങൾ പ്രെയർ ഒക്കെ കഴിഞ്ഞോ? ഇല്ല ma'am. വെയിറ്റ് ചെയ്യണ്ട, ഞാൻ വന്നില്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. അതാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അങ്ങനെ തന്നെയാണ്. യു ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. നിങ്ങൾക്ക് പ്രെയർ ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യണോ, നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് എടുക്കണോ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ പ്ലീസ്. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയേണമേ, എന്റെ പാദം ഇടറിക്കുവാൻ പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. Thank you all. Good afternoon to ma'am. Good afternoon to all. Today's thought: everything is hard before it is easy. എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാം കഠിനമാണ്. Thank you. Okay, what's next? സൈനിനാണ് മാം. നമസ്കാരം കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കഥയുടെ പേര് രണ്ട് കാക്കകൾ. ചിന്നുകാക്കയും മിന്നുകാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കം. ഞാനാണ് മിടുക്കൻ, അല്ല ഞാനാണ് മിടുക്കൻ, അല്ല ഞാൻ തന്നെയാണ് മിടുക്കൻ, അല്ലെന്നേ ഞാനാണ് മിടുക്കൻ, നിന്നേക്കാൾ മിടുക്കൻ എനിക്ക് തന്നെയാണ്. എങ്കിൽ ശരി, നമുക്കൊരു പന്തയം വെച്ചാലോ? അങ്ങനെ ആവട്ടെ. എന്താണ് പന്തയം? ഭാരമുള്ള സഞ്ചി കാലിൽ തൂക്കി ഉയരത്തിൽ പറക്കുക.
ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ആളാണ് വിജയിക്കുക. എങ്കിൽ ശരി, നമുക്ക് തുടങ്ങാം. ദുഷ്ട മനസ്സുള്ള ചിന്നുകാക്ക അവന്റെ സഞ്ചിയിൽ പഞ്ഞി നിറയ്ക്കുകയും മിന്നുവിന്റെ സഞ്ചിയിൽ ഉപ്പ് നിറയ്ക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും പറക്കാൻ തുടങ്ങി. ഭാരം കൂടുതലുള്ളതിനാൽ മിന്നുവിന്റെ സഞ്ചി വളരെ ഉയരത്തിൽ പറക്കാൻ സാധിച്ചില്ല. പക്ഷേ ചിന്നുകാക്കയ്ക്കാണെങ്കിൽ ഭാരമില്ലാത്തതിനാൽ ഉയരത്തിൽ പറക്കാൻ സാധിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. പഞ്ഞിയെല്ലാം നനഞ്ഞു തുടങ്ങിയപ്പോൾ ചിന്നുവിന്റെ സഞ്ചിക്ക് ഭാരം കൂടി. അവൻ ഉയരത്തിൽ പറക്കാൻ സാധിക്കാതെ ആയി തുടങ്ങി. പക്ഷേ മിന്നുവിന്റെ സഞ്ചിയോ ഉപ്പ് അലിയാൻ തുടങ്ങി നനഞ്ഞപ്പോൾ. അങ്ങനെ മിന്നുവിന് ഉയരത്തിൽ പറക്കാൻ സാധിച്ചു. അങ്ങനെ അവസാനം മിന്നുകാക്ക വിജയിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് വിജയം നേടാൻ സാധിക്കുകയില്ല. നല്ലത് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. നന്ദി. സൈൻ ഇൻ ബൈ രമ്യ. കഥയുടെ തീം മാത്രല്ല രമ്യ അത് പറയുന്ന ഒരു രീതിയും ആ ഒരു വോയിസ് മോഡുലേഷനും ഭയങ്കര രസം. നമ്മളെ കാക്കയൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുന്ന പോലെ അല്ലെ? അതെ മാം, നന്നായിട്ടുണ്ട് പറഞ്ഞത്. ശരിക്കും നമ്മുടെ കാർട്ടൂൺസിലൊക്കെ കാണുന്ന ആ ഒരു ഇതില് അതെ അതെ ശരിയാ. ചെയ്തു. സൂപ്പർ. ഇതെന്റെ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളില് പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കഥക്ക്. മാം, ഓ ശരി ശരി. ഞാനേ പെട്ടെന്ന് സൈൻ ഇൻ ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഞാന് കഴിഞ്ഞ ആഴ്ച മോള് LKG-യിലാണ്. അപ്പൊ അവൾക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് പഠിപ്പിച്ചു കൊടുത്ത കഥയായിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞാനിത് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. കഥയാകുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന് കരുതി. ശരി ഓക്കെ ഗുഡ്. പിന്നെ മാം, നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇതുപോലെ പറഞ്ഞു കൊടുത്താലാണ് അവർക്കും ആസ്വദിക്കാൻ പറ്റുക. അതുപോലെ തന്നെയാണ് മോള് റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്തത്. മോളും അതെ ഇതേപോലെ നല്ല രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന്. ഞാൻ ഇതേപോലെ തൊപ്പിക്കാരന്റെ കഥ ഉണ്ടല്ലോ മിസ്സേ, ഒരു പലവർണ്ണ തൊപ്പി, പഞ്ചവർണ്ണ തൊപ്പി, ഇത് പറയുമായിരുന്നു മൂത്താള്. പണ്ട് അവർക്ക് ഇത് കിട്ടും, സമ്മാനം എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനമായിട്ട് കൊടുക്കും സ്കൂളിൽ നിന്ന്. ഓക്കെ. അങ്ങനെ ഓക്കെ സോ നമ്മൾ എവിടെയായിരുന്നു ക്ലാസ്സിൽ? എന്തെങ്കിലും പെയിന്റിംഗ് വർക്ക്സിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു മിസ്. അസൈൻമെന്റും ആക്ടിവിറ്റിയും ചേർന്നത്. സർവേ. അത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലല്ലോ? ഇട്ടിരുന്നോ? ഇല്ല. ഇട്ടിട്ടില്ല മിസ്. ഓക്കെ. പക്ഷെ മിസ് ചെയ്തു തുടങ്ങിക്കോളാൻ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ ഇട്ടില്ലെങ്കിലും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് എവിടെ വരെയായി? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തോണ്ടിരിക്കുകയായിരുന്നു മിസ്സേ. രണ്ടാമത്തെ പാരഗ്രാഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ ഓക്കെ. സോ പ്ലീസ് ആരെയും റീഡ് ചെയ്തോ, ഞാൻ അപ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഇനി നമ്മൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതാണോ ഇനി എടുക്കണ്ടേ? അതെ മാം. Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Bad habits like smoking, drinking, and taking drugs and their evil effect on health build and mental damage caused to the individual as well as the society. Cause of various illness and means of their prevention. Mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of first aid is necessity. ഓക്കെ. സോ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അവയർനെസ് ആണല്ലേ? ആൻഡ് ത്രൂ ദാറ്റ് അവയർനെസ് നമ്മൾ ഗ്രോ ചെയ്യുക. അല്ലാണ്ട് എന്തോ അറിഞ്ഞ് കാണാതെ പഠിച്ച് മനസ്സിൽ വെക്കുക എന്നല്ല, നമ്മളത് അപ്ലൈ ചെയ്യുന്നു. നമ്മളുടെ ലൈഫിലേക്ക് മാത്രമല്ല,
നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ നൈബർഹുഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എവിടെയൊക്കെ അത് വൈഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളും അതേ രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. എനിക്ക് കുറെ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് അറിയാമെന്നുള്ളതല്ല, ഞാനത് എങ്ങനെ എന്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യും, അപ്പോഴാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് കംപ്ലീറ്റ് ആകുന്നത്. നമുക്ക് ഒരു അവയർനെസ് വേണം, ഏതെല്ലാം ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു റിയലൈസേഷൻ നമ്മളത് മനസ്സിലാക്കണം. അത് എത്ര അളവ്, ഓരോ ഏജിനനുസരിച്ചാണെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ക്രോണിക് കണ്ടീഷൻസ് ആളുകളിൽ ഉണ്ടാകും, ഡയബറ്റിക് ആകാം. ഡയബറ്റിക് ആകുമ്പോൾ ആ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ചിലപ്പോൾ ആ ഇന്റർവെൽസ് തന്നെ മാറും. നമ്മൾ ചിലപ്പോൾ 3 നേരം ഭക്ഷണം അല്ലെങ്കിൽ 4 നേരം കഴിച്ചത് തന്നെ ഇന്റർവെൽ മാറുന്നു. 6 നേരമായിട്ടൊക്കെ കുറേശ്ശെ ആയിട്ട് കഴിക്കാനൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്, ഡയറ്റീഷ്യന്മാര്. അപ്പൊ ഒരു ഹ്യൂമൻ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്ത് ഡെവലപ്മെന്റ്, അത് കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഓരോ സ്റ്റേജാണ്, വളർച്ചയുടെ ഓരോരോ സ്റ്റേജ്, മൈൽ സ്റ്റോൺസ് എന്ന് തന്നെ പറയാം. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എങ്ങനെയായിരിക്കണം? പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചൊന്നും നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. വാങ്ങി കുക്ക് ചെയ്യണത് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ആ ഒരു പ്രശ്നം കാരണം വീടുകളിൽ ഒരു അടുക്കളത്തോട്ടം, സ്കൂളിൽ ഒരു ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡൻ, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പ്രൊമോഷനൊക്കെ വന്നിരുന്നു. പക്ഷെ കാര്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. അതിന് നല്ല രീതിയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയായിരുന്നെങ്കിൽ നമുക്ക് കുറെയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങള്, അവർക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം മാറ്റാനായിട്ട് പറ്റും. അലർജി, പലപ്പോഴും ചില ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് അലർജി വരുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ടോ? കുട്ടികൾക്ക് എപ്പോഴും ജങ്ക് ഫുഡിനോടാണ് ഭയങ്കര താല്പര്യം. കളറുള്ള ഭക്ഷണം, ടേസ്റ്റ് എന്നൊക്കെ അവർ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ജങ്ക് ഫുഡിനോടാണ് താല്പര്യം വരുന്നത്. അപ്പൊ അതിലൊക്കെ യൂസ് ചെയ്യുന്ന അജിനോമോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലതിന് ഒരു പക്ഷെ ടേസ്റ്റ് കുറവായിരിക്കാം, പക്ഷെ ടേസ്റ്റ് ഉള്ളതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പല കെമിക്കൽസും ആഡ് ചെയ്യും, കളർ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കാര്യമായ പ്രവർത്തനങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കളർ ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു നിയമമൊക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ബേക്കറികളിലൊക്കെ ഭയങ്കര കളറായിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്ന കാണാം. പിന്നെ നമ്മൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു അഷുറൻസ് കിട്ടണം ഫ്രം ഗവൺമെന്റ് സൈഡ്. പ്യുവർ ആൻഡ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എക്സസൈസ്, പിന്നെ നമ്മുടെ റിക്രിയേഷൻ കഴിഞ്ഞിട്ട് കോമയുണ്ടേ, നമ്മുടെ വിനോദം, അല്ലെ? നമ്മള് ചിലപ്പോൾ പിക്നിക്കിന് പോകുന്നതായിരിക്കാം, പാർക്കിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഡബ്സ്ട്രാറ്റ്സ് കളിക്കുന്നതായിരിക്കാം, അന്താക്ഷരി കളിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള വിനോദ പരിപാടികൾ, റിക്രിയേഷനിൽ നമ്മൾ ഏർപ്പെടണം. പിന്നെ സ്ലീപ്പ്, ഉറക്കം നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് നല്ല ഉറക്കം വേണമെന്നാ പറയുന്നത്. മുടി കൊഴിയുന്ന കാര്യത്തിൽ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല വെള്ളവും നല്ല ഉറക്കവും വേണമെന്ന്. കാരണം അതിനും ഉറക്കം വേണം, അല്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നാണ് പറയുന്നത്. അതെ മിസ്, ഒരു ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ഹെയർ ഫോളിന് കാരണമാവുന്നുണ്ടെന്ന് പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. തല ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഓക്കെ. ദെൻ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെ തന്നെ ഡ്രഗ്സ് എടുക്കുന്നത്, ഇതെല്ലാം അതിന്റെ ഈവിൽ എഫക്ട് ഹെൽത്തിൽ മാത്രമല്ല, മെന്റൽ ഡാമേജ്. നമ്മുടെ വീട്ടിൽ ഒരാൾ ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടല്ലേ? പിന്നെ സ്മോക്കിങ്ങിന്റെ ഡ്രിങ്കിങ്ങിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അതായത് കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും കൂടെ അതിനകത്ത് കണക്ട് ചെയ്തൊരു കാര്യം പറയുമായിരുന്നു. നമ്മള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വഴക്കുണ്ടാക്കി നിർബന്ധിച്ച് അല്ലെങ്കിൽ അടി കൊടുത്ത് ഒരു കുട്ടിയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അച്ചടക്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനേ പാടില്ലാത്തൊരു കാര്യമെന്നാണ് പറയുന്നത്. ചില കുട്ടികളെ കാണില്ലേ, അവര് കെയർ ഗീവർ, ഒരു പക്ഷെ വീട്ടിലെ മുത്തശ്ശിയായിരിക്കും, അമ്മൂമ്മയായിരിക്കും അവരുടെ കൂടെ എല്ലാത്തിനും കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. പറയില്ലേ ചില കുട്ടികള്, ഞാൻ അമ്മൂമ്മ പറഞ്ഞാൽ കേൾക്കാം, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അച്ഛൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം. സെയിം കാര്യം ഈ അമ്മ പറയണ ചിലപ്പോ കേൾക്കില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞാൽ കേൾക്കും. കാരണം എന്താ, അവര് കുട്ടികൾക്ക് അനുസരിച്ച് അവരുടെ രീതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ ഈ
കുട്ടികളിൽ അങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഒരു നിർബന്ധപൂർവ്വം ഒന്നും ചെയ്യിച്ചാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്റെ നൈബർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, ചേച്ചി ചേട്ടനും. പുള്ളിക്കാരിക്ക് ഒരു 57 ഇയേഴ്സും ചേട്ടനൊരു 63-64 ആ ഒരു ഏജ് ആയിരിക്കും. ചേട്ടൻ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യും. അപ്പൊ ചേച്ചി ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ചേട്ടനെ കൊണ്ട്, ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യും. ആള് രാത്രി ഉറക്കത്തിന് എണീറ്റിട്ട് സ്മോക്ക് ചെയ്യും 12:30 അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ചിലപ്പോ സ്ട്രെസ് കൊണ്ടായിരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ വലിച്ചു വിടുന്ന കാണുമ്പോഴല്ലോ ടെൻഷൻ വല്ലതും ആയിരിക്കും. കാരണം 2 പെൺകുട്ടികളാണുള്ളത്. ഒരു മോള് കാനഡയിലാണ്, ഒരു മോളുടെ മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളുമായിട്ട് ഇവിടെയാണ്, ഹസ്ബൻഡുമായിട്ട് അത്ര ഇതല്ല. അപ്പൊ ഞാൻ ആ ഒരു സ്ട്രെസ് കൊണ്ടായിരിക്കും ചേച്ചി എന്നിങ്ങനെ ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പം ചേച്ചി എന്നോട് പറയുക ചെറുപ്പം തുടങ്ങിയ ശീലാണെന്ന്. അമ്മ, അതായത് ഈ ചേട്ടന്റെ അമ്മ പണ്ടത്തേക്ക് ഈ ശിക്ഷാ നടപടികളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തല്ലേ, ചട്ടുകം പഴിപ്പിച്ച് വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാര്. ഈ അമ്മ ചെയ്തതെന്ന് വെച്ചാൽ ഈ കല്ലിന്റെ പുറത്ത് ഉപ്പ് ഇങ്ങനെ നിരത്തിയിട്ട് മുട്ടുകുത്തി നിർത്തിച്ചു ചെറുപ്പത്തിൽ ഈ ശീലം തുടങ്ങിയപ്പോ. എന്നിട്ട് പോലും ആ ചേട്ടൻ ആ ശീലം മാറ്റിയിട്ടില്ല എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാലോചിക്കായിരുന്നു, അങ്ങനെ ഒരു ക്രൂരമായ ഒരു ശിക്ഷാ നടപടി ആയപ്പോ ആൾക്ക് വാശി കൂടി അത് യൂസ് ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതേസമയം വേറൊരു രീതിയിൽ നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെത്തേഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ശീലം ഉണ്ടാവില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് 63-64 വയസ്സായിട്ടും ആളിപ്പോഴും ആ ശീലത്തിൽ നിൽക്കല്ലേ. ഈ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ഹൈപ്പർ ആക്റ്റീവ്, അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും അതിന് വേണ്ടുന്ന സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരിരുന്ന് ഭയങ്കര എനർജി ആയിരിക്കും. ഇങ്ങനെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അവരിതിരുന്ന് ചെയ്ത് അവരങ്ങ് ടയർഡാവും. അവരുടെ ആ ഫുൾ എനർജി അതിലേക്കാവും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ആയതുകൊണ്ട് അവരിപ്പോ റിപ്പീറ്റ് ചെയ്യും, അത് പലതവണ ചെയ്യുമായിരിക്കും. നമുക്ക് കാണാം ഒരു കുട്ടി എത്രയോ മണിക്കൂർ ഇരുന്ന് അതിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് അവർ ചെയ്യുമ്പോൾ ഇവരുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ ഇവരുടെ പവറിന്റെ ഒരു കൺട്രോൾ വരും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 1-2 സ്റ്റെപ്പ് വയ്ക്കും, വീഴും, വീണ്ടും നടക്കും, വീഴും, വീണ്ടും നടക്കും, വീഴും. കുറെ കഴിയുമ്പോഴേക്കും അവർക്ക് ഒരു വീഴില്ല, അവർ ഓടാൻ തുടങ്ങും, നടക്കാൻ തുടങ്ങും, വീഴില്ല. അപ്പൊ അവർക്ക് അവരുടെ ആ ബോഡിയുടെ കൺട്രോള്, ബാലൻസ് അവർക്ക് ശരിയായി. അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ മെത്തേഡാണ് എടുക്കുന്നതെങ്കിൽ അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുത്ത് അവരിങ്ങനെ ശരിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും അവരുടെ പവറിൽ ഒരു കൺട്രോൾ വരുവാണ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് എന്റെ മോള് ഭയങ്കര ടോക്സീവ്, ഇപ്പൊ +2 ആയിട്ടോ. ഇവള് ക്ലാസ്സിലൊരു ന്യൂസൻസ് ആണെന്ന് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ വെച്ച്. ഭയങ്കര വർത്താനം, അടുത്തിരിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കും, ബാക്കിൽ തിരിഞ്ഞിരുന്ന് സംസാരിക്കും. ഇപ്പൊ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ഒരു ശല്യം ഇവളിങ്ങനെ സംസാരിക്കണം. അങ്ങനെ അവസാനം ടീച്ചർ എന്ത് ചെയ്തു, കുട്ടിയെ എടുത്ത് നിലത്തിരുത്തി, ഫ്രണ്ടിലായിട്ട് നിലത്തിരുത്തി. അപ്പൊ അവൾ അവിടെ ഇരുന്നുകൊണ്ട് തിരിഞ്ഞിരുന്ന് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളോട് സംസാരിച്ചു. അതൊന്നും അവളെ ബാധിച്ചില്ല, അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട്. അപ്പൊ എനിക്ക് LKG തുടങ്ങി കുട്ടിയുടെ ഓരോ കാര്യത്തിന് കംപ്ലൈന്റ് സ്കൂളിൽ നിന്ന് വരും, ഞാൻ സ്കൂളിൽ പോകില്ല. ഞാൻ എന്ത് ചെയ്തു, ഇവളെ കൊണ്ടുപോയി ഡ്രോയിങ് പഠിപ്പിക്കാനായിട്ട് ചേർത്തു. ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ, സാറ്റർഡേ സൺഡേ. ഭയങ്കര ഇഷ്ടമായി അത് പഠിക്കാൻ. അപ്പൊ എന്തായി, അവള് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ശരിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നന്നാക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ഉദ്ദേശം. പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ കൊണ്ടാക്കിയത് 4-5 വയസ്സായപ്പോ എന്തായി, അവള് വരയ്ക്കാൻ തുടങ്ങി. എപ്പോഴൊക്കെ ഫ്രീ ടൈം ഉണ്ടോ ഈ കുട്ടി വരയ്ക്കും. പക്ഷെ പിക്ചർ നോക്കിയാണ് വരയ്ക്കുന്നത്, പക്ഷെ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് തുടങ്ങി. അല്ലാതെ ഇങ്ങനെ തന്നെ ആലോചിച്ചാൽ അങ്ങനത്തെ വരെയൊന്നുമില്ല. എന്തെങ്കിലും പിക്ചർ കണ്ട് അതുപോലെ തന്നെ വരച്ച് ഷെയ്ഡ് ചെയ്യും, അതാണ് ചെയ്യുന്നത്. അത് ആയപ്പോഴേക്കും അവളങ്ങ് അത് ഭയങ്കര സബ്മിസീവ് ആയിട്ടിരുന്ന് അതിരുന്ന് ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലാതെ. പഠിത്തം കഴിഞ്ഞ് ബാക്കി സമയം കിട്ടുന്ന സമയത്ത് ഇപ്പോഴും വരയ്ക്കാൻ എപ്പോഴും അവളുടെ ടേബിളിൽ ഒരു ഡ്രോയിങ് ബുക്കും വരയ്ക്കാനുള്ള പെൻസിലും ഷെയ്ഡിങ് പെൻസിലും എല്ലാം ഉണ്ടാവും, എല്ലാം വാങ്ങിച്ചു വെച്ചേക്കുക. അപ്പൊ അങ്ങനെ അന്നിതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നല്ല ചെയ്തത്. എന്ത് ചെയ്യും ഈ കുട്ടിയെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് സാറ്റർഡേ സൺഡേ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഡ്രോയിങ്ങിന് കൊണ്ടുപോയി ആക്കി. അപ്പൊ സ്കൂളിലിരുന്നും വര തുടങ്ങി. ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് നമ്മള് കുട്ടികൾക്ക് ഒരു ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. ഒരു പക്ഷേ എനിക്ക് അന്ന് വന്നിട്ട് വഴക്ക് പറഞ്ഞു അടി കൊടുക്കുകയോ ചെയ്താലൊന്നും അവർക്കത് മാറുന്നില്ലല്ലോ. അവരെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ളതിലേക്ക് നമ്മൾ ഡിവിയേറ്റ് ചെയ്യുമ്പോഴേക്കും അവരിൽ താനെ അവരുടെ ആക്ഷൻസിന്റെ കൺട്രോൾ വരും.
അതാണ് അപ്പൊ ഇങ്ങനെ ആ ഒരു സ്മോക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് ഓർത്ത്, പിന്നെ അത് മാത്രമല്ല ഡിസിപ്ലിൻ, കുട്ടികളിൽ എങ്ങനെ അച്ചടക്കം ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ ചേച്ചി എന്നോട് ഇങ്ങനെ ചേട്ടന്റെ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ബാക്കിയവര് നല്ല ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്. മോളുടെ ഒരു ചെറിയ ഒരു മാരേജ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ, പിന്നെ ഈ സ്മോക്കിങ്ങിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ സ്മോക്കിംഗ് ഡ്രിങ്കിങ് വരുമ്പോ ഡ്രിങ്ക് ചെയ്യുമ്പോൾ ഡ്രിങ്ക് ചെയ്യുന്ന ആളുടെ ഹെൽത്തിനെ ബാധിക്കും, മറ്റുള്ളവർക്കൊരു മാനസിക ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും. പക്ഷെ സ്മോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തന്നെ ചുറ്റുപാടുള്ളവരുടെ ഹെൽത്തിനെ ബാധിക്കും. ശരിയല്ലേ? പാസീവ് സ്മോക്കിംഗ് നമ്മളുടെ ലങ്സിലേക്ക് ഇത് പോവുകയാണല്ലോ. അവിടെയാണെങ്കിൽ കൊച്ചു 2 കുട്ടികളുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഈ സ്മോക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അപ്പോ ഇത് പറഞ്ഞപ്പോ ഞാൻ ചേച്ചിയോട് ഒരു കഥ പറയുമായിരുന്നു. എന്റെ അച്ഛൻ സ്മോക്ക് ചെയ്യായിരുന്നു കേട്ടോ. അച്ഛൻ സ്മോക്ക് ചെയ്യുമ്പോ എന്റെ ചെറിയ പ്രായത്തില് ഇത് ഭയങ്കര പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമുക്ക് അത്രയും ഡിജിറ്റൽ വേൾഡിന്റെ ഒരു അങ്ങനെ മെസ്സേജ് കിട്ടുന്ന രീതിയിലൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോ അച്ഛൻ, ഞങ്ങൾ 3 മക്കളായിരുന്നു. അച്ഛൻ എന്നെ ഈ സിസർ വാങ്ങാനായിട്ട് തൊട്ടടുത്തൊരു പെട്ടിക്കട പോലെ ഉണ്ട്, അവിടെ വിടും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റ്, കാരണം ചേച്ചീനെയും എന്റെ ബ്രദറിനെയും വിട്ടില്ലല്ലോ, എന്നെയാണല്ലോ വിട്ടെന്നുള്ളത്. ഞാൻ ഭയങ്കര പാട്ടൊക്കെ പാടി ഷോപ്പിൽ പോയിട്ട് ഞാനിത് വാങ്ങിച്ചോണ്ട് വരും, കൊടുക്കും. ഇതിങ്ങനെ സ്ഥിരമായി. അപ്പൊ ഈ ഷോപ്പിൽ കുറച്ച് ചെക്കന്മാരിക്കുണ്ടാവും. നമുക്കറിയാലോ പണ്ടത്തെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ പൂവാലൻകുട്ടി പോലെ അങ്ങനെ 2 പേര്. അപ്പൊ നമ്മളുടെ പ്രായം മാത്രമല്ലേ ആയിട്ടുള്ളൂ, നമുക്ക് അതിനെ പറ്റി അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ പോയി വാങ്ങുമ്പോ ഈ ഷോപ്പിൽ ഇവരിങ്ങനെ ഇരിക്കണ്ടാവും. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇവന്മാരെന്നെ കാണുമ്പോ സിസർ സിസർ എന്ന് പറഞ്ഞ് വിളിക്കും. അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് കത്തി. ഞാൻ അമ്മോട് എന്ന് പറഞ്ഞു, ഇവരെന്നെ കാണുമ്പോ ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കിട്ടിയ സന്ദർഭല്ലേ, അമ്മ അച്ഛനോട് പറഞ്ഞു, പെൺകൊച്ചല്ലേ, വളർന്നു വരുന്ന പെൺകൊച്ചല്ലേ, ഈ കണ്ട ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു. അന്ന് അച്ഛൻ കിറ്റ് ചെയ്തു സ്മോക്കിംഗ്. അത് അച്ഛൻ സ്മോക്കിംഗ് മാറ്റാനുള്ള ഒരു ഇൻസിഡന്റ് അതായിരുന്നു. പിന്നെ അതിനുശേഷം സ്മോക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ ചേച്ചി പറയുന്ന ഒരു മോള് കാനഡയിലാണല്ലോ. ഞാൻ ചേച്ചിയോട് ഈ കഥ പറയുവാണ്. ചേച്ചിയുടെ ഒരു മോള് കാനഡയിലാ. കൊച്ച് ഏപ്രിലിൽ വരുന്നുണ്ട്. അപ്പൊ ഏപ്രിലിൽ വരുമ്പോ അത് പറഞ്ഞേക്കണേ, ഞാൻ അച്ഛൻ സ്മോക്കിംഗ് നിർത്തിയാലേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്താവെന്ന് അറിയില്ല. ഇപ്പൊ പറയാ 15 ദിവസം ഒരു റൂമിനകത്ത് പൂട്ടിയിടണം, സിഗരറ്റും ഇതൊന്നും കിട്ടാത്ത രീതിയിൽ ഒരു റൂമിൽ പൂട്ടിയിടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ്, നമുക്ക് ഇങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ അതിൽ നിന്നും മാറ്റാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതേസമയം വഴക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ വഷളാവേ ഉള്ളൂ എന്ന് തോന്നും. കുട്ടികളുടെ കാര്യത്തിൽ ഇവരൊരു തമാശക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. നമ്മളിപ്പോ ഡീൽ ചെയ്യുന്ന കൊച്ചു കുട്ടികളെ ആണെങ്കിലും ദർ ഇസ് എ ചാൻസ് അല്ല എങ്ങനെ പോവാനായിട്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ, എന്റെ മോളുടെ പ്രായമാണ്, ഇപ്പൊ +2 കഴിഞ്ഞത്. അത് എന്റെ അപ്പൂപ്പൻ ബീഡി വലിക്കും. ബീഡി വലിച്ച് ഇങ്ങനെ ഇടുമല്ലോ, തീരാറാകുമ്പോ കുറ്റി ഇങ്ങനെ കിടക്കും. അപ്പൊ ആ കുറ്റിയില് തീ ഉണ്ടാവുമല്ലോ. ഇവൻ ഇത് ഇടുന്നത് നോക്കി ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഇവൻ ഈ കുറ്റി, ബാക്കിയുള്ള കുറ്റി ഇവൻ വലിക്കും. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി. ആരും അറിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോ ഇവൻ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി ഈ കൊച്ച്. പിന്നെ അവര് കുറേ ശ്രമിച്ചിട്ടാണ് മാറ്റിയെന്ന് അവര് പറയുന്നുണ്ടെങ്കിലും സ്റ്റിൽ അവനത് ഉള്ള ടെൻഡൻസി ഉണ്ടെന്ന്, അവനത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അവന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ സ്മോക്ക് ചെയ്യുന്നവരുടെ കയ്യൊക്കെ ഇച്ചിരി ശോഷിച്ചിട്ടായിരിക്കും. അവരുടെ ഈ ഒരു ഭാഗമൊക്കെ, പിന്നെ ഫേസിന്റെ ഭാഗം, ചുണ്ടൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും സ്മോക്ക്. അതിന് മാം, അതിന് അഡിക്റ്റ് ആയാലുണ്ടല്ലോ അത് നിർത്താൻ പ്രയാസമാണ്. കാരണം എന്റെ അച്ഛന്റെ അനിയൻ, ചെറിയ അച്ഛൻ ഇതേപോലെ നെഞ്ചുവേദന വന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാ. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി സ്മോക്ക് ചെയ്യരുതെന്ന്. പക്ഷെ ആള് ഇപ്പോഴും സ്മോക്ക് ചെയ്യുന്നുണ്ട്. ശീലായി പോയി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ആളുകൾ ഡ്രിങ്ക്സ് ഒക്കെ ഇതുപോലെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി ഡ്രിങ്ക്സ് ഒക്കെ നിർത്തുമായിരിക്കും. ഈ സ്മോക്കിംഗ് നിർത്താനാണോ ആൾക്കാർക്ക് പാടെന്ന് തോന്നുന്നു? മിസ്സസ് സ്മോക്കിംഗ് നിർത്താൻ അവർക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അവർക്ക് അതൊരു വിഡ്രോവൽ സിംറ്റംസ് വരും അതിന്റെ കൂടെ തന്നെ. അവർക്കത് ഇല്ലാണ്ട് പറ്റില്ല. നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോഴൊക്കെ അങ്ങനെ ഉള്ളവരെ കൊണ്ടുവരാറുണ്ട്. അവര് ഭയങ്കര പ്രോബ്ലം ആണ് അവർക്ക്. ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നാട്ടിലായിരുന്നു, ഇപ്പൊ ഇവിടെ UAE-യിലാണ്. ഇവിടെ UAE-യിൽ കൗൺസിലർ അല്ലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോ
നമുക്ക് കാണാറുണ്ട് ഇങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ. ഞാൻ ഗാന്ധി ഭവനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്തനാപുരം കൊല്ലം ഡിസ്ട്രിക്റ്റില്. അപ്പം അവിടെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ഡി അഡിക്റ്റഡ് ആയിട്ടുള്ളവരെയും, പല പ്രോബ്ലംസ് ഉള്ളവരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരുടെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പറ്റില്ല. നമ്മള് എത്ര ശ്രമിച്ചാലും അവർ അതിലേക്ക് അങ്ങോട്ട് ആവില്ല. കുറെ നാളിങ്ങനെ അതിന് വേണ്ടി അവർ എന്തും ചെയ്യുന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാവും നമ്മളിപ്പോ അത് ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. ഇനി നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാല്ലേ. ഓക്കെ. സോ അതുപോലെ ഡ്രഗ്സ്, ചില ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അയാളുടെ ബ്രെയിൻ എല്ലാം ഡാമേജ് ആയി. അപ്പൊ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫ് തീരുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നാൽ മതി. ഓക്കെ. ഇത് മെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്നു അല്ലെ, ഒരാൾക്കല്ല എത്രയോ പേർക്ക്. ഇത് യൂസ് ചെയ്യുന്നവരുമായി കണക്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും, കുട്ടികളുണ്ടാവും അച്ഛൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പാരന്റ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നത്, കുട്ടികൾ എന്തോരം അതിന്റെ ഒരു വിക്ടിംസ് ആയി പോവുക പല പ്രശ്നങ്ങളുടെയും. ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഒരു സൊസൈറ്റിക്ക് മുഴുവൻ ഇതിന്റെ പ്രശ്നങ്ങൾ. അങ്ങനെ ഇപ്പൊ ഇത് യൂസ് ചെയ്ത് ബഹളം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സൊസൈറ്റിയെ മുഴുവനും അത് ബുദ്ധിമുട്ടിക്കും അല്ലെ. പിന്നെ പല ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പല രീതിയിലുള്ള ഇൽനെസിന്റെ കോസ്, എന്തുകൊണ്ടാണ് ഇൽനെസ് ഉണ്ടാകുന്നത്, പിന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം. നമ്മൾക്ക് മെന്റൽ ഹെൽത്തിനെ പറ്റി അറിയണം. പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള ഹൈജീൻ, നമ്മുടെ ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റി ഹൈജീൻ, പിന്നെ സെക്സ് ഹൈജീൻ ഓൾസോ, പാർട്ട്ണറോട് നീതി പുലർത്തുക എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, അതിന്റെ അവയർനെസ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഫസ്റ്റ് എയ്ഡിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഫസ്റ്റ് എയ്ഡ് ടോപ്പിക് എടുത്തോ? എടുത്തിട്ടില്ല? എടുത്തു മിസ്, എടുത്തു. ടീച്ചർ അതിനൊരു അസൈൻമെന്റോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും തന്നിരുന്നോ? ഫസ്റ്റ് എയ്ഡിന്റെ തന്നിട്ടില്ല മിസ്, ഫസ്റ്റ് എയ്ഡിന്റെ ഇല്ല. ഓക്കെ. വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, മോനുണ്ടായിരുന്നു ഒരു ആക്ടിവിറ്റി, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കാനായിട്ട്. അതങ്ങനെ ബെറ്റാഡിന് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല മിസ്, കഴിഞ്ഞ വർഷം. ഓക്കെ. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കുക, അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് കൂടെ എഴുതി വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും കിച്ചണിൽ സൂക്ഷിക്കുന്നത് മറ്റേ പൊള്ളലിനുള്ള മരുന്നാണ് അല്ലെ. നമ്മള് ധൃതി പിടിച്ച് കുക്ക് ചെയ്യുമ്പോ മിസ് ആ മരുന്നൊന്ന് പറഞ്ഞുതരണേ. പറഞ്ഞുതരാം, പേര് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും സ്ഥിരമാണ് മിസ്. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കും, കാരണം എന്ന് വെച്ചാൽ ഈ കയ്യില് പൊള്ളി കഴിയുമ്പോ ശരിക്കും അത് നമ്മുടെ സ്കിന്നൊരു സുഖമില്ലാണ്ടായി പോവും അല്ലേ. കളർ ചേഞ്ച് ആവും, പോലെയാവും. അത് അറിയാണ്ട് ഇടയ്ക്ക് പറ്റുന്ന, ഈ കുക്കർ ചിലപ്പോ സൈഡിൽ വെച്ചിട്ടുണ്ടാവും വാഷ് ബേസിന്റെ അടുത്തൊക്കെ, ചിലപ്പോ പെട്ടെന്നായിരിക്കും കൊള്ളണത്. വീട്ടില് ആരും പണി എടുക്കില്ല എന്ന് പറയണവർക്ക് കൈ എങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ പൊള്ളിയതാ. ശരി. ഇല്ല, അമ്മ വരുവേ, ഹസ്ബൻഡിന്റെ അമ്മ വരും രാവിലെ ഇടയ്ക്ക്. അപ്പൊ അമ്മ വരുമ്പോ ഇതമ്മ എന്താ മോളെ എന്ന് ചോദിക്കും. അപ്പൊ ഇതേപോലെ അമ്മ മുമ്പ് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്ക് പൊള്ളുമായിരുന്നു. അപ്പൊ അമ്മ ഇതേപോലെ പറയും, അയ്യോ ഇത് കണ്ട മോളെ പൊള്ളിയതെന്ന് കാണിക്കുമായിരുന്നു. അപ്പൊ അമ്മനെ അധികം കിച്ചണിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യിപ്പിക്കാറില്ല. അമ്മ ഏജ്ഡ് ആണേ. അപ്പൊ മോളെ പറഞ്ഞയക്കാൻ വേണ്ടി മാത്രം ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാ. അപ്പൊ ഞാൻ പറയും, അമ്മയ്ക്ക് അന്ന് ഉണ്ടായിരുന്ന പോലെ എനിക്കിപ്പോ തിരിച്ച് എനിക്കത് കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മളിപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള നോളജ് അത് കുട്ടികൾക്ക് വീട്ടിൽ മാത്രമല്ല സ്കൂളിലും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്കൂളില് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം? നിങ്ങളൊരു അവിടുത്തെ ഒരു ടീച്ചറാണ്, ഒരു സ്കൂളിലെ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. കുട്ടികൾക്കും അല്ലെങ്കിൽ കുട്ടികളുടെ പാരന്റ്സിനും എന്ത് രീതിയിലുള്ള അവയർനെസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും? ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യും? എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? മാം ഗാർഡനിങ് ഉണ്ടല്ലോ, ഗാർഡനിങ്. വെജിറ്റബിൾ ഗാർഡൻ ആണോ ഉദ്ദേശിച്ചത്? വെജിറ്റബിൾ ഗാർഡനിങ് ഓർ ഫ്ലവേഴ്സിന്റെ എന്തിന്റെയെങ്കിലും
ഗാർഡനിങ്, അതായത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രകൃതിയായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? ഓക്കെ. സ്കൂളിൽ ഇപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു സെമിനാർ നടത്താം. അന്നേരം ഹെൽത്തിനെ കുറിച്ചും വീട്ടിൽ നമ്മള് കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതിയെ കുറിച്ചൊക്കെ പാരന്റ്സിന് അവയർനെസ് കൊടുക്കാം ഒരു സെമിനാറിലൂടെ. സോ പറയട്ടെ പറഞ്ഞു. മിസ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ തോന്നിയതാണ്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഒരു 5, 6, 7 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരൊരു 4 ടീമായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഡൂസ് ആൻഡ് ഡസിന്റ് ഏതോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അതൊരു സ്റ്റോറി പോലെ, അതുപോലെ ഈ സ്മോക്കിങ്ങിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി, ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി, അങ്ങനെ ഒരു 4 സ്റ്റോറി 4 ടീമായിട്ട് കൊടുത്തിട്ട് അവർ തന്നെ ആക്ട് ചെയ്യുമ്പോൾ അവർക്കത് ബൈ ഹാർട്ട് ആവുമല്ലോ. എന്നിട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോൾ പാരന്റ്സിനെയും കൂടി വിളിച്ചു വരുത്തുക. അപ്പോൾ ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവർക്കും അതൊരു സോഷ്യൽ അവയർനെസ് പോലെ കിട്ടുകയും ചെയ്യും. ആ കുട്ടികൾക്കൊക്കെ അത് അവിടെ എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികൾക്കും അത് മൈൻഡിൽ സ്റ്റോർ ആവുമല്ലോ. അപ്പൊ ഒറ്റയടിക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എല്ലാവരുടെ മൈൻഡിലും എത്തിച്ചേരുമല്ലോ എന്ന് തോന്നുന്നു. മിസ്, ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ ആന്റി ഡ്രഗ്സ് ഡേ, ഡി അഡിക്ഷൻ, അങ്ങനെയുള്ള വേണമെങ്കിൽ പോവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് അവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ സ്കൂളുകളിൽ കൂടുതലും പറഞ്ഞ ജയശ്രീ, ഇപ്പൊ സ്കൂളുകളിൽ കൂടുതലും നടക്കുന്ന ഒരു ചർച്ചയാണ് മൊബൈല് കുട്ടികളിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഓരോ സൊല്യൂഷൻസ് ഇതേപോലെ തന്നെ ഒരു ഇതായിട്ട് കൊണ്ടുവരാം. TV അങ്ങനെയുള്ള ഐറ്റംസിൽ നിന്ന് മാറ്റി കുട്ടികളെ പുറമേയുള്ള കളികള് കൂടുതലും പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു ഇത് ചർച്ച കൊണ്ടുവരാം. റീഡിംഗ് ബുക്സ് നല്ലതാണ് മാം. അവർക്ക് അതിൽ നിന്ന് തന്നെ പല അറിവുകളും കിട്ടുമല്ലോ എല്ലാത്തിനെയും കുറിച്ച്. നിങ്ങളൊരു ടീച്ചറായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടം പോലെ ഇപ്പൊ ഐഡിയാസ് കിട്ടിയല്ലേ. ഈ കുട്ടികളുടെ മൊബൈല് പറഞ്ഞപ്പോഴാണ് എനിക്ക് നോക്കുന്നത്, നമുക്ക് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലെ മൊബൈൽ. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിരുന്നു, അതായത് കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് കൊച്ച് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ആയിപ്പോയി കുട്ടിയുടെ. അപ്പൊ ഡോക്ടർ പിണങ്ങാണ് പാരന്റ്സിനെ. അത് ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില്. അത് കുട്ടി ഇങ്ങനെ തന്നെ ആയിപ്പോയി, കുട്ടി നേരെ നോക്കുന്നില്ല. മൊബൈല് കിട്ടിയാലേ കുട്ടി ആഹാരം കഴിക്കുള്ളൂ. അതുപോലെ തന്നെ അത് മാറ്റി കൊച്ചു കരയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയാണത്, അത്യാവശ്യം കുറച്ച് ഏജ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അഡിക്റ്റഡ് ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി കഴുത്ത്. പിന്നെ മിസ്, ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഗുഡ് ടച്ചും ബാഡ് ടച്ചും ആണ്. അത് ചെറിയ ക്ലാസ് തൊട്ടേ അത് നമ്മള് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അത് ഞാൻ ഇവിടെ നമ്മുടെ കൂട്ടുകാരോടും പറയാറുണ്ടത്. കുഞ്ഞു കുട്ടികൾക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി ക്യാമ്പയിൻസ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ വിൻപോളിയുടെ ഒരു വീഡിയോ ഒക്കെ അന്ന് ഭയങ്കരമായിട്ട് അത് വൈറൽ ആവുകയൊക്കെ ചെയ്തിരുന്നു, ഗുഡ് ടച്ച് ബാഡ് ടച്ചിന്റെ കാര്യം. പിന്നെ ഈ മൊബൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോവിഡ് സമയത്ത് ഒരു 2 ഇയേഴ്സ് ആ ഒരു ടൈമിലെ കുട്ടികളിൽ മാത്രമാണ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വന്നുള്ളൂ. പക്ഷെ അതിനുശേഷവും വരുന്ന കുട്ടികളിൽ എങ്ങനെ അഡിക്ഷൻ വരുന്നു എന്നുള്ളതാണ് അതിശയം. കാരണം ആ ഒരു ടൈമിൽ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നു ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അവർ അതില്ലാതെ അവർക്ക് പറ്റാതായി എന്നുള്ളത് പറയാം. ആ ടൈമില് മിസ്, എന്നെ സംബന്ധിച്ച് മോള് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ എന്താണ് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ മാത്രമല്ല മോള് പ്രിമേച്ചർ ബേബി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് 1.5 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ആ ടൈമിൽ കുട്ടികൾ ഇവിടെ മൊബൈല് കിട്ടുമായിരുന്നു പിള്ളേർക്ക്. അറ്റൻഡ് ചെയ്യാലും അവരെടുക്കും. അപ്പൊ അവര് അത് കൂടുതൽ കണ്ടിന്യൂസ് ആയി തുടങ്ങി. അവരുടെ വീഡിയോസ് കാണലും അതേപോലെ തന്നെ ചെസ്സിന്റെ വീഡിയോസ് ഒക്കെയാണ് കാണല്. പക്ഷെ അത് കുറച്ച് ഇതായി പോയി, ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അത് കഴിഞ്ഞ ശേഷം അവര് ഇപ്പോഴും അത് വിട്ടിട്ടില്ല. ഇടയ്ക്കാണെങ്കിൽ അവർക്ക് ഈ ചെസ്സിന്റെ ചാനലാണ് കൂടുതലും. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ് അത് കാണുന്ന ഭാഷ ഇംഗ്ലീഷ്. പാരന്റ്സ് ബിസി ആയിരിക്കുമ്പോ നമ്മള് കുട്ടികൾ ശല്യം ചെയ്യുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ശല്യം നിർത്താൻ വേണ്ടിയിട്ട് ഈ ഫോൺ അങ്ങ് കൊടുക്കും. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെച്ച് കാണും. അങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് കയ്യിൽ വരെ ഫോണാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നെ പോയാൽ അറിയാം, കുഞ്ഞു മക്കളുള്ളവരുടെ കയ്യിൽ എല്ലാം തന്നെ ഫോണുണ്ട്. അവര് എന്തെങ്കിലും കരയോ എന്തെങ്കിലും ചെയ്യുവാണ് അപ്പൊ തന്നെ ഫോൺ എടുത്തോണ്ട് ഒരു മൂലയിലേക്ക് മാറിയിരിക്കുന്നു, ഫോൺ അങ്ങ് കൊടുക്കുന്നു, കാർട്ടൂൺ കാണിക്കുന്നു, അന്നേരം അവര് അടങ്ങിയിരിക്കും. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ മാസം എന്റെ കുട്ടിയുടെ സ്കൂളില് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ ചെന്നപ്പോൾ സാർമാരും ടീച്ചേഴ്സും എല്ലാം പറയുന്ന പാരന്റ്സിനോട് പ്രത്യേകം പറയുന്നുണ്ട്, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. ഇപ്പം പുതിയ പഠനങ്ങൾ തെളിയിക്കുന്ന ഓട്ടിസം വരെയുള്ള രോഗങ്ങൾ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളിൽ വരുന്നുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക്. ചില പേരൻസും ഉണ്ട് കേട്ടോ മിസ്സേ, അവര് കൂട്ട് നിക്കണത്. മോന്റെ സ്കൂളിൽ ഇതേപോലെ തന്നെ ഒരു കുട്ടീനെ ഇങ്ങനെ ഫോണിൽ എന്തോ കണ്ടിട്ട് ഇതാക്കിയപ്പോ അവരെ അമ്മ പറഞ്ഞെന്താന്നറിയോ, ഇപ്പൊ എന്താ കാണാൻ പറ്റാത്ത ഫോണില് ഗൂഗിൾ അടിച്ചാലേ അത് കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ മതിയില്ലേ. ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം മിസ്, മോൻ ഇതേപോലെ തന്നെ എടുത്ത് കളിക്കുമായിരുന്നു. വേറൊരു കുട്ടിയുടെ അമ്മ പറഞ്ഞതാണ്. അപ്പൊ അവരിപ്പോ ഭയങ്കര ഇപ്പൊ പേടിയായി, മോന് ഫോൺ തൊടാൻ പേടിയായി. കാരണം അവൻ ഗെയിം കളിച്ച് അമ്മയുടെ ഇതിലെ പൈസ മുഴുവൻ പോയി തുടങ്ങി. ലക്ഷങ്ങളോളം പോയിട്ടുണ്ടെന്നാ പറഞ്ഞ അമ്മ. അപ്പൊ അത്രയും പൈസ പോയത് ഇപ്പൊ അവന് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഫോൺ തൊടാറേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഗെയിം കളിക്കുന്തോറും പൈസ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് ആ പാരന്റ്സും അറിയുന്നുണ്ടായിരുന്നില്ല, ആ കുട്ടിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇപ്പൊ പേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ പേ എന്നും പറഞ്ഞ് ചെയ്യുമല്ലോ. അപ്പൊ മോനിത് കളിച്ചോണ്ടിരുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ നിന്ന് മറ്റേ ഗൂഗിൾ പേ പൈസ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ കുറെ ഇതും നടക്കുന്നുണ്ട്. ആനിമോള് പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം ഒരു മൊബൈല് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയിന്നാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്യുന്നതിലൂടെ ആൾക്കാരുടെ മുഖത്ത് നോക്കി ചിരിക്കാനോ അല്ലെങ്കിൽ സോഷ്യലി ഒരു മിങ്കിളാവാനോ ഉള്ള ഒരു മനോഭാവം അവർ കാണിക്കുന്നില്ല. ഭയങ്കരമായിട്ടൊന്ന് ഒതുങ്ങി ആൺകുട്ടികൾ പ്രത്യേകിച്ച് ടൈപ്പാണ് കാണുന്നത്. ആൺകുട്ടികൾ പ്രത്യേകിച്ച് അവര് പറയും ഞങ്ങക്ക് ബോറടിക്കും. ബോറടിയാണ് എല്ലാവർക്കും. പക്ഷെ മിസ് ഞങ്ങൾ ഇടയ്ക്ക് ഇതേപോലെ ഹസ്ബൻഡും ഞാനും സ്ട്രിക്റ്റ് ആയിട്ട് ഫോൺ എടുത്തു വെക്കാറുണ്ട്. ആ ടൈമിൽ അവര് ഓട്ടോമാറ്റിക്കലി പുറത്തു പോയിട്ടിരുന്ന് കളിക്കും മിസ്. അതായത് ഫുട്ബോള് എന്തെങ്കിലുമൊക്കെ കളികൾ കളിക്കും. ദേഷ്യത്തിൽ ചിലപ്പോൾ വെറുതെ വെള്ളമൊക്കെ കളയും. ചിലപ്പോ ഇങ്ങനെ ചെടിയൊന്നും ഇപ്പൊ നിലവിലില്ല, കുറച്ച് പണി കഴിഞ്ഞിട്ട്. പക്ഷെ വീണ്ടും അവര് ശ്രമിക്കുന്നുണ്ട്. മാറ്റിക്കഴിഞ്ഞാൽ അവരപ്പ ഇത് പോകും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ടി വി ഒക്കെ വെക്കുമ്പോ നമുക്ക് സ്കൂളിൽ പോയി മതിയായി വരികയല്ലേ, കുറച്ചു നേരം കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അത് പ്രശ്നമാണ്. അത് പിന്നെയും അവര് പിന്നെ അവര് നമ്മൾ ഇതാക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും മൊബൈൽ എടുക്കും. അങ്ങനെ അപ്പൊ കുറച്ചു നേരം അല്ലേന്ന് വിചാരിച്ച് കൊടുത്ത് ഒരു അത്ര മിനിറ്റ് കഴിഞ്ഞാൽ അവർ തരുന്നില്ല. 10 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറയും. പക്ഷെ വീണ്ടും അവര് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ വെക്കുമ്പോ എടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ നമുക്കിത് ഇൻസിഡന്റ് ഉണ്ടായി. കല്യാണത്തിന് പോകുമ്പോ എനിക്ക് ഫോൺ വേണം. അപ്പൊ ഞാൻ ചോദിക്കും എന്തിനാടാ നിനക്ക് ഫോൺ, എനിക്ക് അവിടെ ബോറടിക്കും. അപ്പൊ ഞാൻ കല്യാണത്തിന് പോകുമ്പോ ആൾക്കാരായിട്ട് സംസാരിക്കുക അങ്ങനെയാണ് വേണ്ടതെന്നിട്ട് ഞാൻ ഫോൺ കൊടുക്കാറില്ല. എന്റെ പാസ്വേഡ് എനിക്ക് അറിയേയില്ല. അപ്പൊ ശനി ഞായർ മാത്രമാണ് മോന് കുറച്ചതും ഹാഫ് ആൻ അവർ കൊടുത്താൽ മതി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്കൂളിൽ നിന്ന്. അപ്പൊ പക്ഷെ പുറത്ത് പോകുമ്പോഴ് കല്യാണങ്ങൾക്ക് പോകുമ്പോ അവനക്ക് ഫോൺ, അപ്പൊ ബോറടി. വീട്ടിലിരിക്കുമ്പോ ഫോൺ വേണ്ട, അവനെ പുറത്തു പോയി കളിക്കും, പഠിക്കുക അങ്ങനെയാണ്. പക്ഷെ പുറത്ത് ഒരു ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഗൂഗിളിലൊക്കെ എന്താ കാണാൻ പറ്റാത്തെന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടി ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ വീട്ടില് ഈ ഹോളിഡേയ്സിലൊക്കെ. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോവാം, ഒരു കുട്ടിയുള്ളോ. അപ്പൊ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ കുട്ടീനെ, അത് എന്തൊക്കെ ചെയ്യണേ എവിടേക്കൊക്കെ പോണേന്ന്. അങ്ങനെ വന്നിട്ടുള്ളത് ആ കുട്ടിക്ക്. ഞങ്ങളുടെ ഇവിടെ ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു കുട്ടി ഗെയിം കളിച്ച് വീട്ടുകാരറിഞ്ഞില്ല. ഫോൺ പഠിക്കാനാന്നും പറഞ്ഞ്, അന്ന് കൊറോണ ടൈമാന്ന് തോന്നുന്നു, ഫോൺ പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി കതക് അടച്ച് പഠിക്കുക. ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ ഒന്ന്, പഠിക്കുവാന്നും പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടുകാരും അറിഞ്ഞില്ല, കുട്ടി ഗെയിം കളിക്കുമായിരുന്നു. ഗെയിം കളിച്ച് ആ കുട്ടിയുടെ ഫാദറിന്റെ അക്കൗണ്ടിൽ നിന്ന് 1,25,000 രൂപ എന്തോ വിഡ്രോ ആയി. അത് ഈ കുട്ടിക്ക് ഇത് കണക്ക് മെസ്സേജ് വന്നുകൊണ്ടേ ഇരുന്നു, പിന്നെയും പൈസ അടയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഇത് പേടിച്ച് വീട്ടിൽ പറയാൻ പറ്റാതായി. 9ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു അന്ന് കുട്ടി. അങ്ങനെ സൂയിസൈഡ് ചെയ്തു. ഇതെവിടെയായിരുന്നു ഈ സംഭവം തന്നെ? ഇത് വാളകം, കൊട്ടാരക്കര. കാരണം എന്ന് വെച്ചാൽ എന്റെ വീടിനടുത്ത് തിരുവാങ്കുളാണ്. അവിടെ അടുത്ത് ഇതുപോലെ തന്നെ അതെന്ന് വെച്ചാൽ ഒത്തിരി പ്യുവർ ഫാമിലി എന്നായിരുന്നു. അമ്മ ഇങ്ങനെ ഏതൊക്കെയോ വീടുകളിൽ ജോലിക്ക് പോയിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അച്ഛൻ ഇല്ലാന്ന് തോന്നുന്നു. ഇതുപോലെ കളിച്ച് അമ്മയ്ക്ക് ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ലല്ലോ. ഇവൻ ഗൂഗിൾ പേ ആക്കിയിട്ടുണ്ടായിരുന്നു ഫോണില്. ഗൂഗിൾ പേ ചെയ്ത് പോയതാ. ക്യാഷ് പോയി. അവന് പേടിയായി. പിന്നെ അങ്ങനെ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ അവർക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ബാച്ച് വരും. ഈ കുട്ടി അത് കണക്കായിരുന്നു മാഡം. ഈ കുട്ടിയുടെ ഫാദർ ആണെങ്കിൽ ജില്ലാ മെമ്പർ ആയിരുന്നു. അങ്ങനെ 3 കുട്ടികളായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. എന്റെ മോനും അതെ, ഫോൺ ഇല്ലെങ്കിൽ
വേണ്ടെന്ന് പറയുമായിരുന്നേ. ഞാൻ പിന്നെ പറഞ്ഞു നീ ഇനി ഭക്ഷണം കഴിക്കണ്ട, നീ ഫോൺ തന്നിട്ട് നീ കഴിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവൻ 2 നേരം ഒന്നും കഴിച്ചില്ല. പിന്നെ മനസ്സിലായി കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി ഫോൺ കിട്ടാതിരുന്നപ്പോ. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ മിസ്. ഇപ്പോഴത്തെ കുട്ടികളെ ശരിയാക്കണമെങ്കിലേ ഇത്തിരി പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ചെറിയ പ്രശ്നം ചെറിയ രീതിയിൽ നമ്മൾക്ക് അവർ നിയന്ത്രിക്കാൻ പറ്റില്ല, മീൻസ് നിഷേധിക്കാൻ പറ്റില്ല, നിയന്ത്രിക്കാനേ പറ്റുള്ളൂ ഫോണിന്റെ ഉപയോഗം. കാരണം നമ്മളും ഉപയോഗിക്കുവാണല്ലോ. മിസ് അതുപോലെ ഇന്നലെ എന്റെ മോൻ ഇതുപോലെ അവന് TV കാണും. അപ്പൊ ഞാന് അവൻ കണ്ടു കഴിഞ്ഞാൽ വേറെ ആർക്കും കാണാൻ പറ്റില്ല, മാറ്റാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ ഇന്നലത്തെ ദിവസം TV വെച്ചില്ല, ഫുൾ ടൈം പുറത്തായിരുന്നു. അപ്പൊ കാലത്ത് ഇറങ്ങിയതാ മുറ്റത്തേക്ക്, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി, കഴിച്ച അപ്പൊ തന്നെ വീണ്ടും ഇറങ്ങി. അവന്റെ കൂടെ കളിച്ച് എന്റെ കൈയും കാലൊക്കെ വേദന തുടങ്ങി. ഞാൻ കേറി പോരുമ്പോ അവനെ പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് പോവാ. ഇന്നലെ കാലത്ത് തൊട്ട് ഒരു 6 മണി വരെ കളിച്ചിട്ട് അവന് മതിയായില്ല. കുളിക്കാൻ വിളിക്കുമ്പോ അവൻ ഇവിടുന്ന് എന്റെ അടുത്തുനിന്ന് അങ്ങോട്ട് ഓടിപ്പോവായിരുന്നു. എന്നിട്ട് ഒരു 7 മണിക്ക് ആയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറിയത്. അപ്പൊ ഞാൻ ഉള്ളിൽ കയറിയ സമയം സമയത്ത് പോകുന്നുണ്ട് അല്ലേ? ചേട്ടനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചേട്ടന്റെ കൂടെ കളിച്ചു. അവന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവനെ കളിച്ച് മതിയാവുന്നില്ല, ഭയങ്കര സന്തോഷായിട്ട് കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ അവനൊരു ക്ഷീണവുമില്ല. ഞാൻ എന്നിട്ട് കുളി കഴിഞ്ഞ് കേറി വന്ന അപ്പൊ തന്നെ ഞാൻ കിടന്നുറങ്ങി, ഭയങ്കര ക്ഷീണായിട്ട്. അത്ര പോലെ അവനൊരു ക്ഷീണില്ല. പിന്നെ മാം അവിടെ കർണാടകയിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നേ. ഏതായാലും നമ്മുടെ ഒരു റിലേഷൻ തന്നെയാണ്. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിട്ടില്ല മാം? ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ആ ഗെയിം കളിച്ച ആ കുട്ടി അതിലെങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ലെവലിൽ ക്ലിയർ ആവുന്നില്ല ബിന്ദുജ, വോയിസ് ഡിസ്റ്റർബൻസ്. ഇത് എന്തോ എക്കോ ഇത് വരുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ലടാ. ഇപ്പൊ കേക്കാവോ മാം? ഇപ്പൊ കേക്കാവോ? കേൾക്കാം. അവിടെ കർണാടകയിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു മാം. അത് ഫസ്റ്റ് ബ്ലൂവെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. ആ ഗെയിം കളിക്കണമെങ്കിൽ ഫസ്റ്റ് ലെവൽ കളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെന്താ പറയുന്നത് അത് ചെയ്യണ്ടായിരുന്നു മാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതൊരു മറ്റേ ഫാനിൽ ഇങ്ങനെ കയറ് നോക്കിയിട്ട് ഇങ്ങനെ കെട്ടണ മറ്റേ ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കുട്ടി അതിൽ മറ്റേ അഡിക്റ്റ് ആയി പോയിട്ട് ആ കുട്ടി അങ്ങനെ ചെയ്തിട്ട് ആ കുട്ടി അങ്ങനെ മരിച്ചു പോയത് മാം. ഒരു 5ാം ക്ലാസ്സേ ആയിട്ടുള്ളൂ ആൺകുട്ടി. ആ ഗെയിമിനെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ട്, ബാൻ ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഓക്കെ ഫൈൻ. അതെ എനിക്ക് അതെ അതിന് മാം. വോയിസും ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് കണ്ടു. ആക്ച്വലി മോണ്ടിസോറി മെത്തേഡ് ഇസ് ആൻ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഒരു PDF-നെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതല്ല. അതുകൊണ്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ കേട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ബട്ട് ഇത് എക്സ്പീരിയൻസ് കൂടുതലായി പോയതുകൊണ്ടാണോ എന്തോ അറിയില്ല. എനിവേ സോറി ഫോർ ദാറ്റ്. ആക്ച്വലി നമ്മളൊരു PDF-നെ മാത്രം ഫോക്കസ് ചെയ്തുള്ള പഠനമല്ല മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. വി ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. പുറത്തേക്ക് പോകണം. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കുട്ടികളെയാണ്. കുട്ടികളുടെ പല പല പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബാഡ് ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അത് പിന്നെ ഇങ്ങനെ മൊബൈലിലേക്ക് ഇങ്ങനെ പോയതാണ്. ഓക്കെ, സോ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം അങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. അതായത് അവയർനെസ് നമ്മൾ അപ്ലൈ ചെയ്യുക വേണം. അല്ലാതെ എനിക്കിങ്ങനെ അറിയാം, ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാനിത് അപ്ലൈ ചെയ്യുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഹെൽത്ത് ശരിയായ രീതിയിൽ പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് വേൾഡ് ന്യൂട്രീഷൻ ഡേ 28, ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിലാണ് അത് വരുന്നത്, 28 മെയ്. അപ്പൊ നമുക്കറിയാം പാരന്റ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടികളും നമ്മൾ ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയണം. ആ കുട്ടിയുടെ സൊസൈറ്റി, ഏതൊരു സൊസൈറ്റിയിലാണ് അത് ജീവിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്ക് അവയർനെസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്, പാരന്റ്സിന്. നിങ്ങൾ എല്ലാരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റ്സിന് നമുക്ക് അവയർനെസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേൾഡ് ന്യൂട്രീഷൻ ഡേയില് പാരന്റ്സ് നിങ്ങളുടെ സ്കൂളിൽ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോ ആ വേൾഡ് ന്യൂട്രീഷൻ ഡേ തീമാക്കി വെച്ചുകൊണ്ട് പാരന്റ്സിന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു ക്ലാസ്, നിങ്ങളൊരു സെമിനാർ എടുക്കുവാണെങ്കിൽ, ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
ഞാൻ അത് പറയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മളിങ്ങനെ അത് ഞാൻ ചോദിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് അല്ല ചെയ്തത്. മിസ്, അല്ലെങ്കിലും നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് ശരിക്കും നമ്മള് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടല്ലേ വരുള്ളൂ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാരും പറയുമല്ലോ, ഇല്ലേ മിസ്? അങ്ങനെയല്ലേ ഇത്? അതെ, പക്ഷെ അത് പഠിക്കാൻ വരുമ്പോഴേക്കും ചിലപ്പോ എല്ലാവർക്കും അത് അറിയണം എന്നില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ബാച്ചിൽ വന്ന ഒരു കുട്ടി എന്റെ മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയായിരുന്നു. അപ്പൊ അത് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മിസ് ക്ലാസ് തുടങ്ങിയിട്ട് 2-3 ദിവസമായുള്ളൂ കേട്ടോ. അത് എന്നോട് പറഞ്ഞു, മിസ് ഞാൻ നേരത്തെ ഒരു ഓഫ്ലൈൻ ആയിട്ട് ഒരു സ്ഥലത്താണ് ജോയിൻ ചെയ്തത്. പിന്നെ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിന് സുഖമില്ല, കുട്ടികളെ തീരെ ചെറുത്, അത് തന്നെ ഞാൻ ഓൺലൈനിൽ ജോയിൻ ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെ ഫുൾ ടൈം പാട്ടും ഡാൻസും ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു. ഫുൾ ടൈം അവിടെ പാട്ടും ഡാൻസും മാം, അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. മെത്തേഡ് അങ്ങനെ തന്നെയാണ്, നമ്മള് ഫുൾ ആക്ടിവിറ്റി പക്ഷെ ഓറിയന്റഡ്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ മിസ് നമ്മള് ചർച്ചയിൽ പോകുന്നത്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നതും അതേപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും. അതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാട്ടോ. കാരണം കഴിഞ്ഞു പോയത് എന്തായിരുന്നു, August 15th നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നോ? ഉണ്ടായിരുന്നു മിസ്, അത് മിസ്സിനോട് ചോദിക്കാനിരിക്കുവായിരുന്നു. കണ്ടിരുന്നു, ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും സോങ് ഒക്കെ ഉണ്ടായിരുന്നു, സ്പീച്ച്. ഓണം സെലിബ്രേഷൻ പക്ഷെ മിസ് ചെറിയൊരു പ്രശ്നം മിസ്, ഞങ്ങളുടെ വീഡിയോ കിട്ടിയില്ല. അത് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം പാട്ട് വെച്ച ആളുടെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതായത് നമ്മൾ ആരാണോ ചെയ്യുന്നപ്പോ അതാണ് ഫോക്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരുടെയും വീഡിയോ നമുക്ക് കിട്ടിയില്ല. ഓഡിയോ വരുന്നത് ഹൈലൈറ്റ് മുന്നിലേക്ക് വരും. അതെ, അപ്പൊ അതുകൊണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ മിസ്. പാട്ട് നികിതേനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഡാൻസ് കിട്ടിയിട്ടില്ല. അപ്പൊ റോസ്മി രണ്ടാമത് റെക്കോർഡ് ചെയ്തതിൽ കിട്ടിയിട്ടുണ്ട്. റോസ്മി അത് വളരെ ഇതായിട്ട് ചെയ്തു മിസ്. അതായത് രണ്ടാമത് റോസ്മി ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണാൻ പറ്റിയത്. അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും പ്ലാൻഡ് ആണ് ആരെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ മിസ് ഉണ്ടാവുമോ നമ്മളുടെ പ്രോഗ്രാമിന്? എന്നാ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ? ഞങ്ങളെ 1-ാം തീയതിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ കേരളത്തിലേ ഇല്ല അന്നത്തെ. അയ്യോ മിസ്, എവിടെയാണ്? ടൂറാണ്? ഒന്നുമില്ല, ടൂറല്ല, മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഈ സാറ്റർഡേ ഡൽഹിക്ക് പോകും. ഓ അത് ശരി, ട്യൂസ്ഡേ വരുള്ളൂ. ഓക്കെ, എന്തായാലും കാണുമല്ലോ മിസ്. തിരുവാതിരക്കളിയൊക്കെ ഉണ്ട് ഗ്രൂപ്പായിട്ട്. ആണോ? വെരി ഗുഡ്. ആരൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങനെയല്ലേ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരുടെ നമ്പർ തന്നിട്ടില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്യൂ. പിന്നെ ഞാൻ ആ ഒരു തിരക്കങ്ങ് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് ഫ്രീ ആകും. നമുക്ക് ബാക്കിയുള്ള അവസരങ്ങൾ ഇനി വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഏതൊരു യു ക്യാൻ ഡു. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് അല്ലാതെ കാര്യങ്ങൾ അറിയണം. അത് നമ്മുടെ PDF നമുക്ക് അതിനുള്ള ഓരോ ഹിന്റ് ഉണ്ട്. അപ്പൊ ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യം വന്നപ്പോഴാണ് വേൾഡ് ന്യൂട്രീഷൻ ഹെൽത്ത് ഡേ. അതില് പാരന്റ്സിന് നിങ്ങൾ എങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കും? നിങ്ങളുടെ മുന്നിൽ പാരന്റ്സ് വരുവാണ്, ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്ന പാരന്റ്സുമായിട്ട്. അപ്പോൾ ഈ തീമിനെ റിലേറ്റ് ചെയ്ത് പാരന്റ്സിന് ഒരു ക്ലാസ് എടുക്കുന്നതിൽ നിങ്ങൾ എന്തെല്ലാം ആഡ് ചെയ്യും? അപ്പൊ നിങ്ങൾക്കൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണോ? അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. പിന്നെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെ? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ വീടുകളുടെ അടുത്ത് അംഗൻവാടികൾ ഉണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇല്ല മിസ്. അംഗൻവാടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അംഗൻവാടി ടീച്ചറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ മക്കളെ പോയിട്ടുണ്ട്, അങ്ങനെ നേരത്തെ പോയിട്ടുണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ടീച്ചറുടെ അടുത്ത് ചെല്ലുക, ടീച്ചറോട് സംസാരിക്കാം. ടീച്ചർ ഞാനിങ്ങനെ ഒരു കോഴ്സ് ചെയ്യുകയാണ്, എനിക്കിങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഹൈജീൻ റിലേറ്റഡ് ആയിട്ടൊക്കെ കുട്ടികൾക്കും പാരന്റ്സിനും ക്ലാസ് എടുക്കാനൊക്കെ താല്പര്യമുണ്ട്. നമ്മുടെ സർവീസ് പോലെ കേട്ടോ. കാരണം അംഗൻവാടികൾക്ക് പൊതുവെ ഫണ്ട് കുറവായിരിക്കും. അപ്പൊ അവർക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ഞാൻ ക്ലാസ് എടുക്കാം. അപ്പൊ അംഗൻവാടി എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ കൊച്ചു പ്രായത്തിലുള്ള കുട്ടികളും അവരുടെ അമ്മമാരും മാത്രമല്ല, ആ ലൊക്കാലിറ്റിയിൽ വരുന്ന അഡോളസൻസിനെല്ലാം ഇവർ ക്ലാസ് കൊടുക്കാറുണ്ട്. അവരെയൊക്കെ വിളിച്ചു വരുത്തും. അങ്ങനെ അവരെയൊക്കെ കിട്ടുവാണെങ്കിൽ ഹൈജീനിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അംഗൻവാടിയിലെ ടീച്ചറെ അപ്രോച്ച് ചെയ്ത് അത് ചെയ്യാം.
ഓക്കെ. എവിടെയെങ്കിലും നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അതൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ ക്ലാസ്സസ് എടുത്തിരുന്നു, അതെല്ലാം നമുക്ക് പറയാം. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കാണിക്കാം. നിങ്ങളുടെ ഇതിനകത്ത് കാണിക്കാലോ, ബയോഡേറ്റയിൽ ഇങ്ങനെ കാണിക്കാം. നമ്മൾ ചെയ്ത കാര്യം നമ്മൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് അല്ലേ എവിടെ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ. ഇതൊരു അവസരമാണ് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട്. ചില അങ്ങനെ പരിചയമുണ്ട്, ചിലര് അത് പെർമിറ്റ് ചെയ്യും, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കും. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ആ 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remain constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expects school students, whatever they learn about health in the school, to inform or discuss with their parents and other family members. Hence, health knowledge generates through school, and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against diseases are essential for the avoidance of sound. Next points, ma'am. Okay, so importance of health education. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള അവയർനെസ് തരുന്നു, നമ്മൾ എങ്ങനെ കേപ്പബിൾ ആക്കുന്നു അല്ലെ, നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ കേപ്പബിൾ ആക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് ഹെൽപ്പ് ചെയ്യുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എങ്ങനെ ഇൽനെസ് പ്രിവെന്റ് ചെയ്യാം, അസുഖങ്ങൾ വരുന്നതിനെ എങ്ങനെ തടയാം, എങ്ങനെ ഇൽനെസ് പ്രിവെന്റ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു അതിൽ നിന്ന് വരുന്ന ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എങ്ങനെ ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാം, നമ്മൾക്ക് മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രിവെൻഷൻ എടുക്കും അല്ലെ, ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കും. പിന്നെ ബെയർ ഫൂട്ടായിട്ട്, അതായത് ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും പുറത്ത് മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാലിൽ കൊണ്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ ആകും. അങ്ങനെ ഇഞ്ചുറീസ് വരാതെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അതിനെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ നമുക്കോ നമ്മുടെ വീട്ടിലോ ആർക്കെങ്കിലോ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ക്രോണിക് കണ്ടീഷൻ, അതായത് ഇപ്പൊ ഡയബറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും ലൈഫ് ലോങ് അവര് ഫോളോ ചെയ്യേണ്ട രീതിയിലുള്ള മെഡിസിൻസ് കഴിക്കേണ്ട രീതിയിലുള്ള എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻ, തൈറോയിഡ്, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്രോണിക് കണ്ടീഷൻസ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതിനെ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പൊ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിലും നമ്മളുടെ ശീലങ്ങളിലും ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോണിക് കണ്ടീഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇഞ്ചുറീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്രോണിക് കണ്ടീഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതെല്ലാമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കാര്യങ്ങളിലാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ അതിനകത്ത് പാരഗ്രാഫിലൊന്നും ഇല്ല, ഞാൻ അഡീഷണലി പറഞ്ഞതാണ്, വേണമെച്ചാൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആളുകൾ എങ്ങനെ to maintain a healthy lifestyle, to prevent illness, to prevent injuries, to manage chronic conditions. 4 points. To maintain a healthy lifestyle, to prevent illness, to prevent injuries, to manage chronic conditions. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിനെപ്പറ്റി മനസ്സിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനുള്ള അവയർനെസ് ആണല്ലോ ഹെൽത്ത് എഡ്യൂക്കേഷൻ തരുന്നത്. പിന്നെ ഇൽനെസ്, അസുഖങ്ങൾ വരാതെ നോക്കാൻ, പ്രിവെന്റ് ചെയ്യാൻ. ഈ പോയിന്റ്സ് ടെക്സ്റ്റിൽ ഉണ്ടോ മിസ്? ഇല്ല, ഈ പോയിന്റ്സ് ടെക്സ്റ്റ് ഒന്നും കൂടി പറയോ മിസ്? ടു മെയിൻറ്റെയിൻ ഹെൽത്തി പറയാം.
നല്ല സ്പീഡ് ഉള്ളവര് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കൂടി ഇട്ടേക്കെ. ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ടു പ്രിവെന്റ് ഇൽനെസ്, ടു പ്രിവെന്റ് ഇഞ്ചുറീസ്, to manage chronic conditions. Health education helps people to maintain a healthy lifestyle, to prevent illness, to prevent injuries, to manage chronic conditions. 1, 2, 3 എന്ന് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചാലും മതി, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്റെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, ഞാൻ നല്ല സുഖമായിട്ട് ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള നോളജും സ്കിൽസും പ്രൊവൈഡ് ചെയ്യും ഹെൽത്ത് എഡ്യൂക്കേഷൻ. സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയത്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മുങ്ങിപ്പോയ ഒരാളെ അല്ലെങ്കിൽ പൊള്ളലേറ്റ ഒരാളെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, അതിന് വേണ്ടുന്ന നോളജ് ആൻഡ് സ്കിൽസ് അതും പ്രൊവൈഡ് ചെയ്യുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പൊ CPR കൊടുക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മോക്ക് ഡ്രില്ല് ചെയ്യും അല്ലെ, ഒരു മോക്ക് പോലെ ഇങ്ങനെ കാണിക്കും. ഈ ഗ്യാസ് ലീക്ക് വന്ന് കത്തുമ്പോഴേക്കും അതെങ്ങനെ അണയ്ക്കാന്നുള്ള മോക്ക് ഡ്രില്ലൊക്കെ കാണിക്കില്ലേ, അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നിന്ന് അങ്ങനെ അവയർനെസ് കൊടുക്കാനായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ CPR കൊടുക്കുന്നതിന്റെ ഇതൊക്കെ കാണിക്കും. ഓരോ വെള്ളത്തിൽ മുങ്ങി ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഓരോന്ന്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് നോളജ് ആൻഡ് സ്കിൽസ് അബൌട്ട് ഹൗ ടു ബിക്കം ഹെൽത്തി. നമുക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ തന്നെ നോക്കണം അല്ലെ, അത് ഹെൽത്തും അതിന്റെ വെൽബീയിങ്. എന്താ ഹാബിറ്റ്സും ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്? എന്താ ഹാബിറ്റ്സ്, എന്താ ബിഹേവിയർ? ബിഹേവിയർ നമ്മുടെ സ്വഭാവം, നമ്മളെ ഉള്ളിലുള്ള സ്വഭാവമാണ്. ഹാബിറ്റ്സ് ശീലങ്ങൾ. വ്യത്യാസം ശീലങ്ങളും പെരുമാറ്റങ്ങളും. അതെ, ശീലങ്ങൾ ചുട്ടയിലെ ശീലം തുടരെ വരെയെന്നല്ലേ? അതെ അതെ അതെ, അതാണ് ഹാബിറ്റ്സ് അല്ലെ. സ്മോക്കിംഗ് ഇസ് എ ഹാബിറ്റ്, അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റും ഉണ്ട് ബാഡ് ഹാബിറ്റും ഉണ്ട് അല്ലെ. പിന്നെ ബിഹേവിയർ, ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിഹേവിയർ ആണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുമായിട്ടിരിക്കുമ്പോ? അല്ല, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു ബിഹേവിയർ ആയിരിക്കും, നമ്മളൊരു ഗ്രൂപ്പിൽ വേറൊരു ബിഹേവിയർ ആയിരിക്കും നമ്മളുടെ പെരുമാറ്റം അല്ലെ. നമ്മൾക്കൊരു ജോലി കിട്ടി, ആ ഓഫീസ് ആ ഇടത്തിൽ നമുക്ക് വേറൊരു പെരുമാറ്റമായിരിക്കും. നമ്മളുടെ സ്കൂൾ ബാച്ച് ഒരു റീയൂണിയൻ കൂടുന്നു, അവിടെ നമ്മുടെ ബിഹേവിയർ വേറെ രീതിയായിരിക്കും, നമ്മുടെ ഓഫീസിലെ പോലെ ആവില്ല. നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ഒരു മീറ്റിംഗ്, അവിടുത്തെ ബിഹേവിയർ വേറെ രീതിയായിരിക്കും. നമ്മുടെ കസിൻസുമായിട്ട് കാണും, ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോൾ, നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഒക്കെ ബിഹേവിയർ മാറാം. സോ ബിഹേവിയർ അപ്പൊ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ പലയിടങ്ങളിലും പല രീതിയിലായിരിക്കും. ഇൻഡിവിജ്വലി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളുടെ രീതി വേറെ ആയിരിക്കും, നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ വേറെ ആയിരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾ വേറെ രീതിയിലായിരിക്കും. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ ബിഹേവിയർ വേറെ ആയിരിക്കും. ഞാൻ അല്ലാതെ എന്റെ വീട്ടിലിരിക്കുമ്പോൾ വേറെ ബിഹേവിയർ ആയിരിക്കും. ഞാനിപ്പോ ഓഫീസിൽ പോകുമ്പോൾ അവിടെ വേറൊരു രീതിയായിരിക്കും. ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ, അപ്പൊ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ ആ ശീലങ്ങൾ ഗുഡായാൽ ചുടല വരെ പോകുന്നത് നല്ലതായിരിക്കുമല്ലേ. നമ്മുടെ ചെറുപ്രായം തുടങ്ങിയുള്ള ശീലം മരിക്കുന്നവരെ ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ നന്നായിരിക്കും അല്ലെ. കുഞ്ഞുങ്ങളെ നമ്മൾ ഏറ്റവും ആ ഒരു സമയത്താണ് കിട്ടുന്നത്. അപ്പൊ അവർക്ക് ഗുഡ് ഹാബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനും അവരെ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ജേർണി ഗുഡ് ഹാബിറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ അഡൾട്ട്ഹുഡ് ഓൾഡ് ഏജ് ഒക്കെ ആവുന്നവരെയും അവർക്കും ആ ഒരു ഹാബിറ്റ് തന്നെയായിരിക്കും. ഒരുപക്ഷെ വ്യത്യാസം വരുന്നത് വല്ല ഡിമെൻഷ്യയോ അൽഷിമേഴ്സ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവരുടെ ആ ഒരു രീതിക്ക് മാറ്റം വരുന്നത്. സോ ചെറുപ്പകാലത്ത് അവരിലേക്ക് ഗുഡ് ഹാബിറ്റ്സ് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിക്കുക വേണ്ട, ത്രൂ ഔട്ട് ദെയർ ലൈഫ് അവരത് ഫോളോ ചെയ്യും. ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന ഒരു മാറ്റം. അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡ്സും കുട്ടികൾക്ക് കിട്ടണം. പിന്നെ വെറുതെ കുറച്ച് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്ത് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. അതിന്
നമ്മൾ ആ കിട്ടിയ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള നോളജ് നമ്മളുടെ എവറിഡേ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളുടെ ബോഡിയെ കെയർ ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡ്, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കേണ്ട പ്രൊട്ടക്ഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളുടെ അവസ്ഥ മോശമാകുന്നത് ഒഴിവാക്കാനായിട്ട്, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുപോലുള്ള പ്രോഗ്രാംസ് എല്ലാം സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യണം. കാരണം കുട്ടികൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സമയം സ്കൂളിലാണ്, വീടിനേക്കാളും സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് സ്കൂളിൽ നിന്നുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഗുഡ് വാല്യൂസും ഗുഡ് ഹാബിറ്റ്സും ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഉണ്ടായിരിക്കും. പിന്നെ അവരവരുടെ വീട്ടിലേക്ക് ആ അറിവുകളെല്ലാം കൊണ്ടുവരും. കുട്ടി പറയുമ്പോ വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ വീട്ടിലും ഒരു മാറ്റം ഉണ്ടാവും, അങ്ങനെ ഹോൾ കമ്മ്യൂണിറ്റിയിൽ മാറ്റം വരും. ഓക്കെ, സ്കൂള് പാരന്റ്സും എഡ്യൂക്കേറ്റഡ് ആവുകയാണ്, കുട്ടികളുടെ പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് ആവും. പിന്നെ പാരന്റ്സിന് വേണ്ടിയിട്ട് സ്കൂളുകൾ പല പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാറുണ്ട്. പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ പലപ്പോഴും സ്കൂളുകളിൽ ഉണ്ടാകുന്നത്. അപ്പൊ പാരന്റ്സ് ആസ് എ പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മളും അത് മനസ്സിലാക്കണം. സ്കൂളിൽ അങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കുകയും വേണം. ഓക്കെ ഫൈൻ. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. സോ ട്രൈ ടു യൂസ് ദ പ്ലാറ്റ്ഫോം, മാക്സിമം യൂസ് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മിസ്. Good afternoon all. Today class was very nice. I thank teacher and my dear friends for attending the class. Thank you all. Sign out by Fasina. Thank you, Miss. Thank you, Vasina. Thank you all. Thank you, ma'am. താങ്ക് യു മാം. അപ്പോ ഹാപ്പി ഓണം അഡ്വാൻസ് മിസ്. Thank you, ma'am. Happy Onam. മിസ് ഓണം ആഫ്റ്റർ ആക്ടിവിറ്റി കാണിച്ചാൽ മതിയല്ലോ അല്ലെ? എന്തോ ഓണം ആഫ്റ്റർ ആക്ടിവിറ്റി കാണിച്ചാൽ മതിയല്ലോ അല്ലെ? ഹെൽത്ത് ഹൈജീൻ മതി. ഇനിയിപ്പോ എല്ലാം ഓണം മൂടായില്ലേ? ഓണം മോഡുണ്ട് മിസ് നമ്മുടെ ഡാൻസ് പെർഫോമൻസിൽ. അതെ 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 മിസ് ഇപ്പൊ പറഞ്ഞത് സെമിനാർ ആയിട്ട് ചെയ്താൽ മതിയോ? മതി, അങ്ങനെ ചെയ്താലും മതി. നമുക്ക് അവയർനെസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, സ്കൂളില് പ്രസന്റ് ചെയ്യണമെങ്കിൽ അതൊരു സെമിനാർ രീതിയിൽ ചെയ്താൽ മതി അല്ലേ? സെമിനാർ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിപ്പോർട്ടായിട്ട് നിങ്ങൾ കയ്യിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴേ ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാതെ. അവർക്കറിയാം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെന്ന്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാമല്ലോ. റിപ്പോർട്ട് ഹാൻഡ് റിട്ടൺ മതി. മിസ് ആക്ടിവിറ്റി ബുക്കിലോ അല്ലെങ്കിൽ അസൈൻമെന്റ് ബുക്കിലോ എഴുതാവോ? എഴുതാം. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതിന് മാത്രമായിട്ടൊരു ബുക്ക്, കാരണം ഇപ്പൊ ഇനിയും സെമിനാർ ടോപ്പിക്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അതെല്ലാം കൂടെ വേണമെങ്കിൽ സെമിനാറിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണമെങ്കിൽ കരുതിക്കോളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ചെറിയ ബുക്ക് മതി. പിന്നെ പേപ്പർ ആണെങ്കിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇല്ല മാം, അങ്ങനെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻ ബുക്ക് വേറെയും ആക്ടിവിറ്റി ബുക്ക് വേറെയും വെച്ചിരിക്കുന്നത്. ഓൾറെഡി അസൈൻ ബുക്ക് വേറെ ഉണ്ട് മിസ്, ആക്ടിവിറ്റി ബുക്ക് വേറെ. സെമിനാർ ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ കളക്ഷനിൽ 5 റെക്കോർഡ്സ് വേറെ. പിന്നെയും സെമിനാർ വരുന്നുള്ളത് കൊണ്ട് നമുക്ക് സെമിനാർ ബുക്ക് വേണമെങ്കിൽ വേറെ വെക്കാലോ മാം. വേറെ വെക്കാം. വലിയ ബുക്കൊന്നും വാങ്ങണ്ട. സെമിനാർ കൂടി വന്നാൽ 2, 3, 4 ടോപ്പിക്സ് അത്രേ വരുള്ളൂ. നിങ്ങൾക്ക് തോന്നി ഇതെനിക്ക് സെമിനാർ ആയിട്ട് ചെയ്യണം തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു. അപർണ മിസ് തന്നിട്ടുണ്ട് മിസ് ഒരെണ്ണം സെമിനാർ ഒരു ഇത് തന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെയും. പിന്നെ മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു സെമിനാർ ഒരു വേറെ ഒരെണ്ണം തന്നിട്ടുണ്ട്. താങ്ക് യു മിസ്. ഒരു കാര്യം പറയൂ. ഞാൻ ഇന്ന് കുട്ടിയുടെ മീറ്റിങ്ങിന് വേണ്ടിട്ട് സ്കൂളിൽ പോയപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു, ഞാൻ MTTC PG ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ എനിക്കൊരു ചാൻസ് തരുമോന്ന് ചോദിച്ചു അവരോട്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ഓക്കെ നീ വന്നോ, നാളെ തന്നെ വന്നോന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു കോൺഫിഡന്റ് ഇല്ല. അപ്പൊ ഞാൻ ഈ ഡിസംബർ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ കേറാന്ന് പറഞ്ഞപ്പോ വേണ്ട അങ്ങോട്ടേക്കൊന്നും പോവണ്ട, ഒരു 2 മാസം കഴിഞ്ഞാൽ നീ ജോയിൻ ആയിക്കോന്ന് പറഞ്ഞു. ആണോ? വെരി ഗുഡ്. കളയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം വിളിച്ചതിന് വേറൊരാള് വരണ്ടല്ലോ. അപ്പൊ അല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ കേറുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് എന്താണ് ചെയ്യേണ്ടത്? ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ പ്രിൻസിപ്പൽ ജയദേവൻ സാർ പറഞ്ഞിരുന്നു ഓഫർ ലെറ്റർ തരും, നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു.
കാരണം നിങ്ങൾ എല്ലാവരും തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ടതാണ്. പക്ഷെ ടീച്ചിങ് പ്രാക്ടീസ് പോകാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 3 ആവുമ്പോഴാണ്. അപ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് പാർട്ട് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതിന്റെ തിയറി ആപ്ലിക്കേഷൻ. കാര്യം ഞാൻ ഓരോ ക്ലാസ്സിലും അത് കണക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ തിയറി മനസ്സിലാവുന്നത് പാർട്ട് 3 ആകുമ്പോഴാണ്. പ്രോബ്ലം ഇല്ല. എന്നോട് പറഞ്ഞു എന്റെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു കോൺഫിഡന്റ് ഉള്ളത്. അപ്പൊ നീ വന്നോ, അതിനൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞേ പോണുള്ളൂ. ഒന്നങ്ങട് ക്ലാസ് കിട്ടി 2 മാസം കഴിഞ്ഞിട്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഓൾമോസ്റ്റ് സൈക്കോളജി ഒക്കെ ആവുമല്ലോ നമ്മൾ ആ സമയത്ത്. അപ്പൊ പിന്നെ നമുക്കിപ്പോ മെയിൻ ആയിട്ട് പ്രീ സ്കൂള് അല്ലെങ്കിൽ KG, LKG, UKG സെക്ഷൻ അല്ലേ ശരിക്കും പറയുന്നത്? അതെ അല്ലേ? ഓക്കെ. പക്ഷെ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമ്മളുടെ പൊട്ടൻഷ്യൽ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നുവാണെങ്കിൽ അവര് അത് സ്കൂളിന്റെ മാനേജ്മെന്റ് കേട്ടോ, അവർ ഹയർ ക്ലാസ്സിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഞങ്ങളുടെ ബാച്ചിന്റെ പ്രിൻസിപ്പൽ ഒക്കെ ആയിട്ടുള്ളവരുണ്ട്, 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിന്റെ ഒക്കെ പ്രിൻസിപ്പൽ ആയിട്ടുള്ളവരുണ്ട്. അതെ, പറഞ്ഞു മോണ്ടിസോറിയിൽ 4th വരെയൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മളുടെ ഒരു പൊട്ടൻഷ്യലാണ്. സാധാരണ BEdന്റെ പോലെ ആ ഒരു സബ്ജക്ട് മാത്രം ആ രീതിയല്ല, നമ്മൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം BEd കഴിഞ്ഞ കുറെ പേരുണ്ട് കേട്ടോ മോണ്ടിസോറിയില്. നമ്മൾക്ക് വേറെ എക്സ്ട്രാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് വേറെ ക്ലാസ്സിലേക്കൊക്കെ ആക്കും. ഇതിൽ അനുമോള് BEd കഴിഞ്ഞതാണ് മിസ് അല്ലെ? അനുമോള് പോയോ? മിസ് ഒരു സംശയം, അസൈൻമെന്റിന്റെ മറ്റേ സെക്കൻഡ് ടോപ്പിക് ഇല്ലേ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ ബിക്കമിങ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്, അത് എന്നാ ഈ സ്റ്റെപ്സ് ആയിട്ട് എഴുതണം എന്നുണ്ടോ, അതോ നമുക്ക് അവരോട് ചോദിച്ചിട്ട് മനസ്സിലായ കാര്യം ഒരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതിയോ? എഴുതിയാലും മതി, ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, 1, 2, 3 പോയിന്റ് ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ മിസ്, തുടങ്ങുന്നുള്ളൂ, സെൻസിങ് തുടങ്ങുന്നുള്ളൂ. കാരണം എന്റെ ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ ഏജ്ഡ് ആണ്. അപ്പൊ അമ്മയോടൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. പക്ഷെ അവർക്കൊക്കെ മലയാളത്തില് പറയാൻ അറിയുള്ളൂ, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. സമയം എടുത്തോളൂ, കുഴപ്പമില്ല. ഓണം വെക്കേഷൻ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. ഓക്കെ എന്തോ ജൂൺ 15th മറ്റേ ബാച്ചിലേക്ക് നമുക്കിനി ഒരാളെ ചേർക്കാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ഒരാൾ ചോദിക്കുന്നുണ്ട്. ജൂൺ 15 നിങ്ങളുടെ ബാച്ചാ? അതെ അതെ അതെ. പോർഷൻസ് കുറെ കവർ ആയോ? ഇപ്പോ 3-4 ആയി മാം. ആ കുട്ടി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചോദിക്കണം ആദ്യം. ഓഫീസിൽ ചോദിച്ചിട്ട് ഓഫീസിൽ എന്താ പറയുന്നതിനനുസരിച്ച്. ഓക്കെ. അപ്പൊ മറ്റേ ആരെയാ മാം കോണ്ടാക്ട് ചെയ്യണ്ടേ? PR ആരാ? ജയദേവൻ സാറിനെയാണോ മിസ്? അല്ലെങ്കിൽ സാറിനോട് ചോദിച്ചാലും മതി. ഓക്കെ മാം, ചോദിച്ചു നോക്കൂ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ മാം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.